ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു വലിയ യാത്രയുടെ തുടക്കത്തിലാണ്. ഇത് മാക്കൂട്ടം ചുരത്തിൻ്റെ മുകളിലാണുള്ളത്. നമ്മൾ പോകുന്നത് കുംഭമേളയിലേക്കാണ്. അതായത് നമ്മുടെ ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലുള്ള കുംഭമേളയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തുടക്കം, അതായത് ഇപ്പം മാക്കൂട്ടം ചുരത്തിലെത്തിയിട്ടുള്ളത്. ബാക്കി ഓരോ കാര്യങ്ങൾ വരുന്ന അതായത് ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. കുട്ടിക്ക് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ. അത് ഇന്റർനാഷണൽ ഡ്രൈവർ കനകൻ, ഇത് സുരേഷ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൈസൂർ റോഡുമിൽ, അതായത് ബാംഗ്ലൂർ മൈസൂർ റോഡുമിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കരുതിയിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ, നല്ല വിശാലമായ കാപ്പിത്തോട്ടം, അതായത് മൈസൂർ റോഡുമിൽ നിന്നുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി സൈഡാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗോണിക്കുപ്പയിലെത്തി. കൂർഗ് ഡിസ്ട്രിക്റ്റിലെ ഗോണിക്കുപ്പ വഴി നേരെ മൈസൂർ റോഡിൽ കയറി ാണ് നമ്മൾ യാത്ര. ഈ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണിത്. മെയിൻ റോഡ് മുന്നിൽ സൈഡിലുള്ള ക്ഷേത്രത്തിൽ, അതായത് അതിനൊരു ആടിനെ ബലി കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ ശരിക്കും ആടിനെ ബലി കൊടുക്കാനുള്ള ഒരു വിശ്വാസപരമായ കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടമാണ് കണ്ടത്. കുറച്ച് കോഴികളും അവിടെയുണ്ട്. ഇത് നേരെ മൈസൂർ റോഡാണ്. നമ്മൾ ഈ ഒരു കാഴ്ച അവിടെ ഇറങ്ങി നോക്കിയതിന് ശേഷം നമ്മൾ നേരെ മൈസൂരേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് കുരങ്ങന്മാർ, നിരവധി കുരങ്ങന്മാർ നമ്മൾ റോഡ് സൈഡ് മുഴുവൻ കണ്ടു. അതിനുശേഷം നമുക്ക് ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. റോഡിൻ്റെ ഇടതും വലതും മുഴുവൻ കൃഷിസ്ഥലമാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ മുഴുവൻ കൃഷിസ്ഥലമാണ് റോഡിൻ്റെ ഇടത്തും വലത്തുമുള്ളത്. ഈ കാണുന്നത് മുഴുവൻ വീടും അതിനോട് ചേർന്നുള്ള കൃഷിസ്ഥലവുമാണ്. അതിനുശേഷം 160 രൂപയ്ക്ക് ഉണക്കമുളക് കിലോന് 120 രൂപ ഇവിടെയുള്ളൂ. അത് ഇതിൻ്റെ പിന്നിൽ തന്നെ കൃഷി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ട കാഴ്ച കണ്ടോ, നല്ല രീതിയിൽ അവരത് ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൈസൂരു ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിൽ കയറി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് ഉണ്ടായത്. അതിൻ്റെ ടോളാണിത്. ഏകദേശം ബാംഗ്ലൂരിലേക്കുള്ള ദൂരം ഈ എക്സ്പ്രസ് ഹൈവേയിൽ കൂടി പോകുമ്പോൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന രീതിയിലാണ്. പക്ഷേ നമ്മൾ അവിടുന്ന് ഷോർട്ടായിട്ട് തുംകൂർ വഴി നമ്മൾ ഹൈദരാബാദിലേക്കുള്ള റോഡ്, അതായത് ആന്ധ്രാപ്രദേശിലേക്കുള്ള റോഡ് പിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു ടോള് നമുക്ക് ലാഭമാണ്. കുന്നിഗോൾ എന്ന് പറയുന്ന സ്ഥലം വഴി ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. മധുഗിരിയിൽ പെടുന്ന ഏരിയയിൽ വഴിയാണ് പോയത്. മധുഗിരി എന്ന് പറയുമ്പോൾ ഫുൾ കുന്നിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. അതും അതിൻ്റെ അടുത്തും വലത്തും കൃഷിയാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത്. മധുഗിരി ഇതിൽ കൂടി നേരെ പനഗെട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ കാണുന്നത് മുഴുവൻ മധുഗിരിയുടെ അടുത്തും വലത്തുള്ള നല്ല ഫുൾ വലിയ പാറയാണ്. വലിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തുള്ളൊരു വലിയ പാറയാണ്. നമ്മൾ അത് നേരെ ചെന്നെത്തുന്നത് ആന്ധ്രയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഹൈദരാബാദിലേക്ക് 400 ചില്ലറ കിലോമീറ്ററാണ് ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാണുന്ന സുഹൃത്തുക്കളെ, ഇത് കണ്ട എത്ര നല്ല വൃത്തിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയിൽ ഇത് മുഴുവൻ ഓരോ വിളവിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അതിൽ ഇവിടെ ഇപ്പോൾ ഉച്ച സമയമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്പ്രിങ്ക്ലർ ഇട്ടിട്ട്
ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ ഭംഗി. ഇങ്ങനെ സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എന്താ കറങ്ങി കറങ്ങി കളിക്കണം. മൊബൈലിലേക്ക് അതിൻ്റെ വെള്ളം വന്നു. ഇത് തിപ്പൂന ഹള്ളി അല്ലേ? തിപ്പുകൊണ്ടഹള്ളി എന്നുള്ള സ്ഥലത്തുള്ളത്. ആ കുഞ്ഞുമക്കൾ കണ്ട എന്താ പേര്? എത്ര പേരാ? 4 പേര്. 4 ഇതാ പേരെന്താ? പേര് നന്ദ. നിന്റെ നാഗേന്ദ്ര. ഇന്ത്യയോ? പ്രകാശ. നിന്റെയോ? നിഖിൽ കുമാർ. നിങ്ങളെ? തിപ്പേൻ സ്വാമി. അതായത് ഞങ്ങള് ഓക്കെ ഞങ്ങൾ ഇതാ ഈ സ്ഥലത്ത് നിന്ന് ഭക്ഷണം വെക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ അണ്ണാ, ഓക്കെ കാണാം. ഓക്കെ അത് നമ്മൾ ഈ സ്ഥലത്ത് നിന്നാണ് ഭക്ഷണം വെക്കുന്നത്. വൈകുന്നേരം അപ്പോൾ ഭക്ഷണം വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിവിടെ പിന്നെ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു വലിയതല്ല, ചെറിയ ഒരു പിന്നെ ഈ ഇഷ്ടികയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കൈകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്നത്. കണ്ടാ എത്ര രൂപ ഇതിന്? സിംഗിള് 1 രൂപ 20 പൈസ. 1 രൂപ 20 പൈസ ഒരു കട്ട. ഓക്കെ ഇത് വീടിനാ ഹൗസ് ബിൽഡിങ്ങിനാ എടുക്കുക അല്ലേ? 10 രൂപ നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് 1 രൂപ 20 പൈസയാണ് ഈ ഒരു കട്ട ഇവരുണ്ടാക്കിയാൽ. അത് ഷോപ്പിലെത്തുമ്പോൾ 10 രൂപ. അപ്പോൾ അതായത് പൗരാണികമായി വർഷങ്ങൾക്ക് മുമ്പേയുള്ള ആ ഒരു ഇത് ഇപ്പോഴും ഇവർ പിന്തുടരുന്നു എന്നുള്ളതാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു പാടമുണ്ട്. ഈ ഒരു കട്ട ഇവർക്ക് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 രൂപക്ക് മുകളിലേക്ക് കിട്ടുന്നതാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത് പിന്നെ കടയിൽ 10 രൂപയ്ക്കാണ് ഇവിടെ വിൽക്കാമെന്നും ഇവർ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ഈ പിന്നെ ഇഷ്ടിക, അതായത് നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്ന രീതി ഇവിടെയെല്ലാം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള വീട് നിർമ്മാണം പിന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഇത് പിന്നെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈദരാബാദ്, അതായത് ആന്ധ്ര ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ റൂം എടുക്കണം. അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ അടുത്ത ദിവസം, അതായത് ആന്ധ്രാപ്രദേശിലൂടെയാണ് ഹൈദരാബാദ്, അങ്ങനെയാണ് നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടർന്ന് നേരെ പ്രയാഗ്രാജിൽ എത്തുക എന്നാണ്. അങ്ങനെ വരുമ്പോൾ നിരവധി ഗ്രാമങ്ങളുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.